സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസ്. എപ്പിസോഡ് എത്രയാണെന്ന് മറന്നുപോയി, അതുപോട്ടെ. സോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വീണ്ടും ഫാം പണിയാൻ പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തന്നെ ഈ സ്ഥാനത്തെ കണ്ടുപിടിച്ചതിൻ്റെ പേരായിരുന്നു ഹാപ്പി കാസ്റ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു പ്ലാങ്ക് ഫാം സെറ്റ് ആക്കണം, ബാമ്പു ഒക്കെ വെച്ച്. സോ അതിന് കുറച്ച് ടൈം എടുത്ത് ബാമ്പു കണ്ടുപിടിക്കാൻ, ജംഗിളിയൊക്കെ കണ്ടുപിടിക്കാൻ. സോ നമ്മുടെ ഇവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ബാണില്. ഈ ബാണും പഠിക്കുന്ന സ്റ്റോറേജ് ഹൗസ്. സോ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സോ ഇന്ന് നമ്മൾ പണിയാൻ പോകുന്ന പ്ലാങ്ക് ഫാം പണിയാനുള്ള സാധനമല്ല ഞാൻ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെ, വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് ഇന്ന് പണിയാനുള്ള ആവശ്യമായിട്ടുള്ള സാധനം ഈ ബക്കറ്റിൻ്റെ കൂടെ ഉണ്ട്. ആവശ്യമായിട്ടുള്ള സാധനം മൊത്തം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് നോക്കണം. എന്നാലും ആവശ്യമുള്ള അത്രയും സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് പണിയുന്നത് കണ്ട് ഈ ഒരു ഭാഗത്താണ് പണിയുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 10 കമ്പോസ്റ്റർ വെക്കുന്നുണ്ട്. സോ ഈ 10 കമ്പോസ്റ്റർ വെക്കുമ്പോൾ വേറൊരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇനി വില്ലേജസിനെ കൊണ്ടുവരുമ്പോൾ ഇവന്മാർ ചിലപ്പം ഇങ്ങോട്ട് ലിങ്ക് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് ജാവയല്ല, പെട്രോക്ക് ആയതുകൊണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വില്ലേജസിനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ തന്നെ ആ കമ്പോസ്റ്റർ വെച്ച സാധനം പൊട്ടിക്കണം. അത് ഇനി വലിയ പണിയൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ള പണിയേ ഉള്ളൂ. സോ അതാണ് അടുത്ത വേറെ കാര്യം. പിന്നെ കുറെ നാളെ ഇവിടെ വന്നിട്ട് പിന്നെ ഒരു പുത്തൻ മൈക്ക് വാങ്ങിച്ചോട്ടോ. അത് വെച്ചാൽ ഞാൻ സംസാരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കാം. ഇവിടെ കൺ പൗഡറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സോ എപ്പം റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാലും അപ്പം തന്നെ രാത്രിയാവും. സോ ഇന്ന് പണിയുന്ന ഫാം ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞാനാണെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് ട്യൂട്ടോറിയൽ ഇതായിട്ട്. സോ അത് വേണമെങ്കിൽ നിങ്ങൾ ചെന്ന് നോക്കുക. കാരണം ഞാൻ എന്തായാലും ഇവിടെ ടൈം ലാപ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കില്ല. 1.21 മേളിലേക്ക് കിടുവായിട്ട് വർക്കാവുന്ന ഒരു ഇതാണ് ഫാം. സോ നിങ്ങൾക്കത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ ചെന്ന് നോക്കിയെടുത്ത് സെറ്റാക്കാം. സോ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ശരിക്കും ഒരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ഇനി വേണ്ടെന്ന് വെച്ച് ഇതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. സോ എന്തായാലും ഞാൻ പറഞ്ഞ് താമസിക്കുന്നില്ല. ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് വന്നിട്ട്
ആഫ്റ്റർ കുറച്ച് നേരങ്ങൾക്ക് ശേഷം, കുറച്ചൊന്നും അല്ല, അരമണിക്കൂറിന് ശേഷം ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ ഇപ്പം ബിൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഇത് എൻ്റെ ഡിസൈൻ ഒന്നും അല്ല ഇത് ഞാൻ വേറെ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കിയതാണ് വേറെ കാര്യം. സോ ഇനി ഇത് ഓൺ ആകുമോ അല്ലയോ നമുക്ക് നോക്കണം. ഇത് ഓൺ ആകാനുള്ള ലിവർ പുറകിലാണ്, ഇതിന്റെ മുന്നിലേക്ക് വെക്കണം ലിവറിനെ, അതൊക്കെ പിന്നെ. സോ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് വർക്കാൻ തുടങ്ങേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നതായിട്ടൊന്ന്. ഐ തിങ്ക് നോക്കാം. ഒരു ബോൺവിൽ പോലും ആയിട്ടില്ലേ. സോ ഇത് അത്ര എഫിഷ്യൻ്റ് അല്ലേന്ന് എനിക്ക് ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഇച്ചിരി ഡൗട്ട് ഉണ്ടെന്നല്ല, ചെറിയൊരു പണിപാളി. ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. സോ അത് ഇനി ഒന്നും കൂടെ ഒന്ന് സെറ്റ് ആക്കേണ്ട വരും. സോ എന്തായാലും ഇതൊന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 2000 years later. ഞാൻ ഈ ഗെയിം നിർത്തിയിട്ട് പോയി. ഇന്നലെ വരെ ഈ ഫാം സുഖമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോ ഈ ഫാം ഞാൻ ഇവിടെ പണി വെച്ചിട്ട് ഇത് വർക്കാന്നില്ല. എന്താന്ന് എനിക്ക് വലിയ പിടിയില്ല. ഇനി നമ്മുടെ ഈ ഫാം ഇങ്ങനെ എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചതുകൊണ്ടാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. അത് നമുക്ക് നോക്കാം. സോ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് അറിയാം. എന്തായാലും ഫുള്ള് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബിക്കോസ് ഇനി അടുത്ത തവണത്തെ എപ്പിസോഡിൽ ഞാൻ ഈ സംഭവം റെഡിയാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സോ അതോടെ ഇന്നത്തെ വീഡിയോ വെച്ച് വേണ്ടി ഫ്രണ്ട്സ് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ, സീ യു.